ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ച ചലച്ചിത്ര നടനാണ് സൈജു കുറുപ്പ്. അതിനുശേഷം നിരവധി മലയാള ചിത്രങ്ങളിൽ നായകനായും വില്ലനായും സഹനടനായും വേഷമിട്ടു. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് എന്ന ചിത്രത്തിൽ സൈജു അവതരിപ്പിച്ച അറക്കൽ അബു എന്ന കഥാപാത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലും മികച്ച പ്രകടനമാണ് സൈജു കാഴ്ചവെച്ചത്. മലയാള ചിത്രങ്ങൾക്ക് പുറമെ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. തനിയൊരുവൻ, ആദി ഭഗവാൻ, മറുപടിയും ഒരു കാതൽ, സിദ്ധു +2 എന്നിവയാണ് അഭിനയിച്ച തമിഴ് ചിത്രങ്ങൾ. ആകസ്മികം എന്ന വാക്കിന് സ്വന്തം ജീവിതത്തിൽ വലിയ റോളുണ്ടെന്ന് സൈജു പറയുന്നത് വെറുതെയല്ല. മൊബൈൽ സിം കാർഡ് നൽകാൻ പോയി സിനിമയിൽ നായകനായ ഒരാളെ ഒരുപക്ഷെ ലോകത്തുണ്ടാവും. അത് സൈജു കുറുപ്പാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സെയിൽസിലേക്ക് ഇറങ്ങിയ കാലം MG ശ്രീകുമാറിനെ കൊണ്ട് എയർടെൽ കണക്ഷൻ എടുപ്പിക്കാൻ ചെന്നതാണ് സൈജു. സിം എടുത്തില്ലെങ്കിലും അദ്ദേഹം മറ്റൊരു കണക്ഷൻ അങ്ങോട്ട് കൊടുത്തു. പുതിയ സിനിമയ്ക്കായി സംവിധായകൻ ഹരിഹരൻ സാർ ഇതുപോലൊരു മുഖം തിരയുന്നുണ്ട്, ഒന്ന് പോയി നോക്ക്. MG ശ്രീകുമാർ പറഞ്ഞത് കേട്ട് സൈജു ആലോചിച്ചു. സിനിമയിൽ അഭിനയിച്ചാൽ ഒരു ഗുണമുണ്ട്, ആളുകൾക്ക് മുഖം തിരിച്ചറിയാനാവും. അത് സെയിൽസിനെ സഹായിക്കും. അങ്ങനെ നേരെ വെച്ചുപിടിച്ചു ചെന്നൈയിലേക്ക്. പഠിച്ചതും വളർന്നതും നാഗ്പൂരിലായതുകൊണ്ട് ഹരിഹരൻ ആരാണെന്നോ എന്താണെന്നോ കൃത്യമായി സൈജുവിന് അറിയില്ല. സർഗം സിനിമയുടെ സംവിധായകനാണെന്ന് മാത്രം അറിയാം. സംഭവം നടക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് തന്നെ ഹരിഹരനെ കുറിച്ച് കൂടുതൽ തിരഞ്ഞു നോക്കാൻ ഗൂഗിളും ഫേസ്ബുക്കും ഒന്നും ഫോണിൽ എത്തി തുടങ്ങിയിട്ടില്ല. ഹരിഹരന്റെ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റിൽ നല്ല ക്യൂ. എല്ലാം മലയാളികളാണ്, അവസരം ചോദിച്ചെത്തിയവർ. ആ വരിയിൽ നിൽക്കാതെ ഗേറ്റും തള്ളി തുറന്ന് സൈജു അകത്തു കയറാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് കടിച്ചാൽ പൊട്ടാത്ത ചീത്തവിളി. മലയാളം അത്ര നന്നായി അറിയാത്തത് കൊണ്ട് ചില പ്രത്യേക അക്ഷരങ്ങളിൽ തുടങ്ങുന്ന മുട്ടൻ ചീത്തവിളികളുടെ ഗ്രാവിറ്റി സൈജുവിന് അത്ര മനസ്സിലായില്ല. എങ്കിലും തിരിഞ്ഞു നിന്ന് കാച്ചി. ഞാനൊരു വലിയ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്, നിങ്ങളെപ്പോലെ ചുമ്മാ വന്നു നിൽക്കുന്നതല്ല. പിന്നെ മിസ്റ്റർ MG ശ്രീകുമാർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ചോര കണ്ട് അറപ്പ് തീർന്നവനാണ് ഈ അറക്കൽ അബു എന്ന മട്ടിലുള്ള തട്ടുകേട്ട് അവിടെ നിൽക്കുന്നവർ ഒന്നും ഞെട്ടി. വാതിലിൽ മുട്ടി സൈജു അകത്ത് കയറി. സോഫയിൽ ലുങ്കിമുണ്ടെടുത്ത് പത്രം വായിച്ചിരിക്കുന്ന ആളോട് പറഞ്ഞു, പ്ലീസ് കോൾ മിസ്റ്റർ ഹരിഹരൻ, ഞാൻ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. പത്രത്തിൽ നിന്ന് കണ്ണുയർത്തി ആ മനുഷ്യൻ ചോദിച്ചു, എന്താ കാര്യം? ഗൗരവത്തിൽ മറുപടി കൊടുത്തു, ഞാനത് മിസ്റ്റർ ഹരിഹരനോട് പറഞ്ഞോളാം. ഓഫീസ് മുറിയിലേക്ക് ഇരുന്നു. ഇപ്പോൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. പിന്നെ കാണുന്ന സീൻ 6-ാം തമ്പുരാനിൽ ലാലേട്ടൻ കസവും മുണ്ടും ഷർട്ടുമിട്ട് ശരിക്കും തമ്പുരാനായി വരുന്നത് പോലെ ആയിരുന്നു എന്നാണ് സൈജുവിന്റെ വാക്കുകൾ. പത്രം വായിച്ചിരുന്ന ആൾ ലുങ്കി മാറ്റി വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമിട്ട് ഇറങ്ങി വന്നു. മുട്ടുവരെ മടക്കി വെച്ച ഷർട്ടിന്റെ കൈ ഒന്നുകൂടി തീർത്ത് മേലോട്ട് കയറ്റി. പിന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച ആ മിസ്റ്റർ ഹരിഹരൻ. അങ്ങനെ മലയാള സിനിമയിൽ അവിചാരിതമായി എത്തിയ നടനാണ് സൈജു കുറുപ്പ്. അതും ആദ്യ സിനിമയിൽ നായകനായി. തുടർന്ന് സഹനടനായും കൊമേഡിയനായും വില്ലനായും വീണ്ടും നായകനായും 130-ലധികം സിനിമകളിൽ സൈജു മേക്കപ്പ് അണിഞ്ഞു.